ആ ഡോക്ടറെ, ഞാൻ കുട്ടൻ. ഞാൻ ഇട്ടിച്ചൻ കേറ്റി. ആരിടിച്ച് കയറ്റിയെന്ന്? ആരെ ഇടിച്ചു കയറ്റിയെന്നല്ല, എന്റെ പേരാണ് പറഞ്ഞത്. ഇട്ടിച്ചൻ കേറ്റിന്ന്. ആ. ഓപ്പി എടുത്തോ. ഇന്നലെ അടിച്ചതിന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല. നീ പൂച്ചാന്റെ കാശല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഓപ്പി ടിക്കറ്റ് എടുത്താന്ന്. ഓപി ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്ത്. അപ്പൊ നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഭയങ്കര വിരശല്യം. ഈ വിരശല്യം ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചപ്പോണ്ടല്ലോ മഞ്ഞ കളറ്. അപ്പൊ മഞ്ഞക്കാമല. ഇന്ന് രാവിലെ ഞാൻ മൂത്രമൊഴിച്ചപ്പോ ചുവപ്പ് കളറ്. അപ്പൊ രക്തകാമല അല്ലേ? അല്ല നീ ഇങ്ങോട്ട് വന്നാണ് നോക്ക. മൂത്രത്തിൽ കല്ലിന്റെ അസ്കിതയുണ്ട്. അല്ലേ? വെറും കല്ലല്ല, താബൂക്ക് കല്ല്. ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കി? അണ്ട് ഇവിടെ താബൂക്ക് അടുക്കിയിട്ടേക്കണേ. ആ കയ്യങ്ങ് മാറ്റിക്കാണ്. എന്റെ കൊച്ചിന് വാങ്ങിച്ച കപ്പലണ്ടി മുട്ടായാണിത്. ഇത് എന്റെ കൊച്ചിന് കൊടുത്താൽ എന്തേലും അങ്ങോട്ട് ഇറങ്ങൂലി. ഇങ്ങ ബാ. ഇവിടെ വേദന ഉണ്ടാ? അവിടെ വേദന ഉണ്ട്. ഈ സൈഡിലാ? അവിടെ വേദന ഉണ്ട്. അപ്പൊ എര പെരുത്തുപോയി തന്നെ. ഈ വിരയ്ക്ക് എന്തെങ്കിലും മരുന്നുണ്ട് ഡോക്ടറെ? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച മരുന്നാണ്. വേറെ ആരെ കയ്യിലും ഇല്ല. വിദേശികൾ ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കൂല. തന്നെ. അതായത് വടക്കം പോയില്ലേ തുണി എഴുവണ ബാറ് സോപ്പില്ലേ, അതും കൂടെ പച്ചവെള്ളത്തിൽ ഇട്ട് കലക്കണം. നല്ലപോലെ കലക്കിട്ട് സ്ട്രോ ഇട്ട് കുടിയടാ. അപ്പൊ വിരശല്യം മാറോ? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ ശല്യം തീരും. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. നീ ഇന്നലെ അവിടെ ലാബിൽ പോയിട്ട് എന്തൊരു പ്രശ്നങ്ങളോ? അങ്ങനെ ചോദിക്ക്. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോഴേ അവരെന്റെ അടുത്ത് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരുമ്പോ പെരുമ്പയറാറ്റ് വരായി. ഞാൻ 1 കിലോ പെരുമ്പയറാറ്റൊക്കെ ചെന്ന്. എങ്ങനെ ഈച്ചണ്? എടാ വെണ്ടമണിയാ, പെരുമ്പയറുമായിട്ട് ചെല്ലാനല്ലേ പറഞ്ഞ? പിന്നെ വെറും വയറുമായിട്ട് ചെല്ലായി. നിന്റെ ശരീരത്തിലൊക്കെ എന്തോ ചുമന്ന പാടുകളുണ്ട്. ദാണ്ട മുഖത്ത്, കയ്യിലൊക്കെ പാടുകളുണ്ട്. തക്കാളിപ്പനിയാണോന്ന്? ആ ഡോക്ടറെ, തക്കാളിപ്പനി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എളുപ്പമല്ലേ. നമ്മളൊരു കടയിൽ കയറിയിട്ട് ആവശ്യമുള്ള തക്കാളി വാങ്ങിക്കണം. എന്നിട്ട് എന്താ ഈ ചെറിയ ഉള്ളി എടുക്കല്ലേ, വലിയ സവാള എടുത്ത് കണ്ടിച്ചിട്ട് നമ്മൾ ഈ ഫ്രൈ പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഞാനേ തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതല്ല ചോദിച്ചത്, തക്കാളിപ്പനി എങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പോ തക്കാളിപ്പനി ഉണ്ടാ? എനിക്ക് തക്കാളിപ്പനിയൊന്നും ഇല്ല. അപ്പൊ അത് വീട്. പിന്നെ എന്റെ കണ്ണിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, ഭയങ്കര വേദന. കാഴ്ചക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കിയോ ഡോക്ടറെ? ഇപ്പൊ ഞാൻ നോക്കാം. ഓ, വളരെ കോംപ്ലിക്കേഷൻ ആണ് ഈ സാധനം. എന്താ പറ്റി ഡോക്ടർ? നിനക്ക് കൃഷ്ണമണി ഇല്ല, അതുകൊണ്ട് മേലി കയറിയിരിക്കുന്നത്. ഇന്ത്യൻ ഉണ്ടാക്കാൻ താഴോട്ട് നോക്കടാ. എടാ, നിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാന്നല്ലേ നോക്കണ്ടേ? നീ എന്നെ നോക്ക്. നീ എവിടെയെങ്കിലും പോയി നിന്നാലാ? എന്നെ തന്നെ നോക്ക്, സൂക്ഷിച്ചു നോക്ക്. പേടിച്ചാ? പേടിച്ചു. അപ്പൊ നിനക്ക് കണ്ണ് കാണാം. കാരണം കാഴ്ച ഉള്ളവർക്ക് ഈ മുഖം കാണുമ്പോ പേടിയാവും. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താണ്? നിങ്ങൾ നല്ല ഡോക്ടർ തന്നെ? അല്ല, നിനക്ക് നല്ല ഡോക്ടറെ അഴുക്ക ഡോക്ടറെ തിരിച്ചറിയാൻ പറ്റൂ? ഇല്ല. പക്ഷെ എനിക്ക് പറ്റും. എങ്ങനെ? അതായത് നല്ല ഡോക്ടർ എന്ന് വെച്ചാ കാറിൽ സ്റ്റിക്കർ കാണൂല. അഴുക്ക ഡോക്ടർ ആണെങ്കിൽ കാറിന്റെ മണ്ടേ സ്റ്റിക്കർ കാണും. ഞാൻ ചോദിച്ചോട്ടെ, തിരിച്ചല്ലേ പറയേണ്ടത്? അല്ല, നീ സ്റ്റിക്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇല്ല. അതാണ്. എടാ, ഒരു കമ്പ് ഇങ്ങനെ നിന്നിട്ട് 2 പാമ്പുകൾ ഇങ്ങനെ പെനഞ്ഞിരിക്കും. അപ്പൊ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ പാമ്പിനെ പെനവ് മാറ്റി നൂത്ത് വിടൂലേ? അത് ശരിയാണ്. ഇത്രയും വർഷം കൊണ്ട് ഇത് വെച്ചോണ്ട് നിക്കല്ലേ. ഞാനും മെഡിക്കൽ സയൻസും തമ്മിൽ ഇപ്പൊ അടിയറ വക്കിലാണ്. നിനക്കെല്ലാം കുട്ടികളി കുട്ടാ. പേടിയുണ്ടാടാ? പേടിയുണ്ട് ഡോക്ടറെ. എന്തിനു പേടിക്കണ? ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാവും. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓപ്പറേഷന് സിനിമ എന്ന് വെച്ചാൽ വളരെ ബന്ധമുള്ള കേസല്ലേ? അതെങ്ങനെയാണ്? എടാ, 2 നടക്കുന്ന തിയേറ്ററിലല്ലേ ഓപ്പറേഷൻ? കഥയുണ്ടോ? എടേ, ഞാൻ നിന്നെ ഓപ്പറേഷൻ ചെയ്ത് നീ കാഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു കഥയായില്ലേ? അപ്പൊ സ്റ്റണ്ട് ഉണ്ടോ? നിന്റെ കൂട്ടിരിപ്പാർ ഇവിടെ മൊത്തം പേരില്ലേ? ഉണ്ട്. അവരെല്ലാം കൂടെ കയറി വന്ന് എന്നെ വാരി പറക്കിട്ട് അലകൂലേ? അപ്പൊ അത് സ്റ്റണ്ടായില്ലേ? മനസ്സിലായ? പക്ഷെ എനിക്ക് ഇതിലൊന്നും പേടിയില്ല. എനിക്കാരെയും പേടിയില്ല. അതുകൊണ്ട് എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യും. പക്ഷേ വയറ്റിലെ ഈ വിരശല്യം ആയതുകൊണ്ടേ 10 മണിക്കൂർ വേണം. നിങ്ങൾ ഇത് എന്തിനാണ് പറയണത്? നമ്മളെ എറണാകുളത്തെ മരട് ഫ്ലാറ്റ് വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഭൂമിക്കടിയിൽ പോയത്. പിന്നെയാണ് ഈ ചെറിയ ഓപ്പറേഷൻ 10 മണിക്കൂർ. എടാ, ആ ഫ്ലാറ്റ് എവിടെ പോയത്? ഭൂമിക്കടിയിലോട്ട്. നിനക്ക് ഭൂമിക്കടിയിൽ പോണോ ജീവിക്കണോ? എനിക്ക് ജീവിക്കണം ഡോക്ടറെ. അപ്പൊ പിന്നെ ഞാൻ പറയണൊക്കെ കേക്കണം. മനസ്സിലായ? പിന്നെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്നെ വാർഡിൽ കിടത്തോ അതോ IC കൊണ്ട് കിടത്തോ? നിന്നെ ചെതേ കിടത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സൈലൻസ്, സൈലൻസ്. അതിനിവിടെ വേറെ ആരും ഇല്ലല്ലോ ഡോക്ടറെ. ഞാനും നീയും കൂടെ ഇവിടെ കിടന്ന് അലക്കല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കണം ഡോക്ടറെ. അങ്ങോട്ട് കണ്ടോ? OP ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഭയങ്കര ക്യൂ. അതെന്തിനാണ് ആ ക്യൂ?
പെട്ടല്ലോ നാദാ. മറ കൗണ്ടറില്ലാത്ത ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ലോകത്തൂടെ പോണ എല്ലാ ഏണിയും പിടിച്ച് ഞാൻ തലേ വെക്കണോണ്ട് എനിക്കതൊരു പ്രശ്നമല്ല. നീ അങ്ങോട്ട് നോക്കിയാണ് അവിടെ എഴുതിയേക്കണ വായിരി. കൗണ്ടർ 1, അപ്പുറത്തോ കൗണ്ടർ 2, അതിന്റെ അപ്പുറത്തോ കൗണ്ടർ 3. അപ്പൊ ഒറ്റ ചോദ്യത്തിൽ 3 കൗണ്ടർ കിട്ടിയില്ലേ? വെച്ചാണത്ത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ ആശുപത്രി വളരെ മോശമാണ്. കത്രിയാക്കി പൊക്കിളൂത്ത് ഞാൻ അകത്തിടും. ഞാൻ പറയരുത്. നിങ്ങൾ ഇത് എന്തിനാണ് പറയണത്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരാള് കയ്യോ കാലോ ഒടിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തിന് എക്സ്റേ എടുക്കണം? ബാൻഡേജ് ചുറ്റങ്ങ് വിട്ടാ പോരെ? അപ്പൊ നിനക്ക് എന്തിനാണ് എക്സ്റേ എടുക്കണേന്ന് അറിയണം. എനിക്ക് അറിയണം. ഞാൻ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോവൂ. നീ കൊണ്ടിട്ടേ പോവോളൂ. ആ കൈയൊന്ന് നീട്ടു. അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു. എന്റെ കൈ ഒടിഞ്ഞു. ഇല്ല, ഒടിഞ്ഞില്ല. എന്റെ കൈ ഒടിഞ്ഞു. ഒടിഞ്ഞില്ല. സംശയം എക്സ്റേ എടുത്ത് നോക്കിയാണ്. എങ്ങനാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്റേ എടുത്ത് നോക്ക്. ഈ സംശയം എനിക്ക് വരാതിരിക്കാനാണ് ഞാൻ എക്സ്റേ എടുക്കാൻ പറയണ. മനസ്സിലായ? എന്തോ ഒരു ടൈമിങ്. വിരളി തൊട്ടില്ലല്ലോ ഞാൻ. നിന്റെ പേടി മാറിയാ? പേടി മാറി. നിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യട്ടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരയിലോട്ട് കയറിയാലോ? പെരയിലോട്ടാ? കൈയൊക്കെ വിരിവിരി വരണം. ഓപ്പറേഷൻ റൂമിലോട്ട് പോയാലോ? ആ മക്കള് വല്ല ഉണ്ടാടേ നിനക്ക്? ഈ സമയത്ത് എന്തിനാണ് ഡോക്ടറെ ആ മക്കള്? ഞാനാണല്ലോ നിന്റെ ഓപ്പറേഷൻ നടത്തണത്. അപ്പൊ ഈ ആമക്കൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മം കൂടി ഞാൻ തന്നെ ചെയ്യണ്ടേ? ഡോക്ടറെ, വെറും ഡോക്ടർ അല്ല, ഇട്ടിച്ചാൻ കേറ്റി. നല്ലൊരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ രാജേഷ് ഏട്ടാ ആൻഡ് ബിനാസ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ട്രിവാൻഡ്രത്തു നിന്നാണ് രണ്ടുപേരും വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാ? എന്റെ വീട്ടിനടുത്താണ്. ശരിക്കും എത്ര വയസ്സുണ്ട് ബിനാസ് ചേട്ടന്? 31. ബിനാസ്, കാരണം ഈ പ്രായം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാന്ന് വിളിക്കണം, അളിയാന്ന് രാജശ്രീ ഉണ്ടല്ലോ, അതായത് നമ്മളെ ട്രിവാൻഡ്രത്തെ ഫേമസ് ട്രൂപ്പാണ് സരിക. സരികയിൽ വർഷം മുമ്പ് തങ്കച്ചേന കളിക്കുമ്പോഴേ ആക്ഷൻ കോമഡിയുടെ ഉസ്താദാണ്. അതായത് അളിയൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓരോ വേഷങ്ങൾ കെട്ടി വിടും. ജനം ചിരിച്ചു മരിക്കുമായിരുന്നു. ഇനി ഞങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരമാണ് അല്ലെ? അപ്പൊ ഇനി ഇവിടെ വരാം. ഇനിയും ഒരുപാട് പെർഫോമൻസ് ഞങ്ങൾക്ക് തരാം. ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. 8,000 rupees ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ഇവിടെ വന്നപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയൂ. ഇവിടെ വന്നപ്പം ഞാൻ വേറെ ചാനലിലൊക്കെ കളിച്ചതാണ്. പക്ഷെ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരു ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലേ? ഇവിടെ നിൽക്കുന്ന ഓഡിയൻസ് ആയാലും ആങ്കേഴ്സ് ആയാലും ആരായാലും ഇവിടത്തെ ഇങ്ങേറ്റം ഇവിടെ നമുക്ക് ചോറ് വിളമ്പി തരുന്ന ചേച്ചിമാരുൾപ്പെടെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കംഫർട്ട് കിട്ടിയില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ 50 അടിക്കും. അതാണ് ഈ പറയണത്. ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നോക്കിയാൽ മതി. ഒരു വാം അപ്പ്, അത്രേ ഉള്ളൂ. കേട്ടോ? വാമപ്പിന് നമ്മൾ 8,000 രൂപ. അതെ. ഇനി പെർഫോമൻസിന് 50,000 രൂപ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ചേച്ചി, യെസ് പ്ലീസ് ട്രാൻസ്ഫർ. ക്രെഡിറ്റ് ആയി. അപ്പൊ എന്തായാലും രാജേഷേടാ അടിപൊളിയായിട്ട് തിരിച്ചു വരും. 50,000 രൂപ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകും. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.